കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ് ഉമാ തോമസ് എംഎൽഎക്ക് പരിക്കേറ്റ സംഭവത്തിൽ ദിവ്യ ഉണ്ണിയെയും സിജോയ് വർഗീസിനെയും മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. ഇരുവരും പരിപാടികളിലെ മുഖ്യ അതിഥികളായിരുന്നു. പരിപാടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇരുവരിൽ നിന്നും തേടും. അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ 3 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. കണ്ണു തുറന്നു, കൈകാലുകൾ ചലിപ്പിച്ചു. മെഡിക്കൽ ബോർഡ് യോഗം ആരംഭിച്ചു. 10 മണിക്ക് ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണും. കൂടുതൽ വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നു. റിയ, ഈ പരിപാടിയിൽ പങ്കെടുത്ത 2 വിശിഷ്ട വ്യക്തികൾ, അവരെയും കൂടി ഈ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുകയാണല്ലോ. വിശദാംശങ്ങൾ എന്താണ് റിയ? കൂടുതൽ ആളുകളിൽ നിന്ന് ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഭരതനാട്യം ഗിന്നസ് റെക്കോർഡിന് വേണ്ടി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. ദിവ്യ ഉണ്ണിക്ക് നോട്ടീസ് നൽകി വിളിപ്പിച്ച് മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സിജോയ് വർഗീസിന്റെ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിലടക്കം ചുമതല ഉണ്ടായിരുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് സിജോയ് വർഗീസിനെയും നോട്ടീസ് നൽകി വിളിപ്പിച്ചതിന്റെ സംഘാടനത്തിലടക്കം പിഴവുകൾ സംഭവിച്ച കാര്യത്തിൽ ഉൾപ്പെടെ വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തുമെന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നിരവധി ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 പേരുടെ അറസ്റ്റാണ് ഈ കേസിൽ ഇതുവരെ രേഖപ്പെടുത്തിയത്. ഇതിന്റെ സംഘാടകരായിട്ടുള്ള പന്തൽ നിർമ്മിച്ചിട്ടുള്ള മുളന്തുരുത്തി സ്വദേശിയായ ബെന്നി, ഇവന്റ് മാനേജ്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന കെ കൃഷ്ണകുമാർ, അതോടൊപ്പം തന്നെ മറ്റൊരാളെ കൂടി, അങ്ങനെ 3 പേരുടെ അറസ്റ്റ് ഈ കേസിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പേർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നു. കൂടുതൽ ആളുകളെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് മെഡിക്കൽ ബോർഡ് യോഗം റിനെ മെഡിസിറ്റിയിൽ ആരംഭിച്ചിട്ടുണ്ട്. 10 മണിക്ക് ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണും. രാവിലെ ഉമാ തോമസിന്റെ മക്കളായ വിഷ്ണുവും വിവേകും ആശുപത്രിയിലെത്തി ഉമാ തോമസിനെ കണ്ടിരുന്നു. വലിയ ആശ്വാസകരമാണ് അത്. വിഷ്ണുവും വിവേകും മക്കൾ 2 പേരാണ്. അവർ ആശുപത്രിയിൽ കയറി ഉമാ തോമസിനെ കണ്ടു. കണ്ണു തുറക്കുകയും കൈകാലുകൾ ചലിപ്പിക്കുകയും ഒക്കെ ചെയ്തത് വളരെ ആശ്വാസമുള്ള ഒരു വാർത്തയാണ്. ഒപ്പം ഇന്ന് 10 മണിക്ക് ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ചികിത്സയും ആരോഗ്യ പുരോഗതിയും സംബന്ധിച്ച വിശദാംശങ്ങളും അപ്പോൾ നമുക്ക് അറിയാൻ കഴിയും. അറസ്റ്റുമായി ബന്ധപ്പെട്ടും അത്തരം ഈ പാളിച്ചകൾ, പിഴവുകൾ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടും കൂടുതൽ പേരെ നോട്ടീസ് അയച്ച് അവരോട് ചോദ്യം ചെയ്യാനുള്ള നടപടികളൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാവുന്നത്. വിശദാംശങ്ങളാണ് അറിയ നൽകിയത്.